നമസ്കാരം, ഞാൻ അമൃതധാരയിലേക്ക് സ്വാഗതം. 4 യുഗങ്ങളിലൂടെയുള്ള നമ്മുടെ ജീവിതയാത്രയുടെ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. സത്യയുഗത്തിലെ നമ്മുടെ ദേവജന്മങ്ങൾ സുഖശാന്തി നിറഞ്ഞതായിരുന്നു എന്ന് കഴിഞ്ഞ ഭാഗത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി. സമ്പൂർണ്ണ സുഖശാന്തി നിറഞ്ഞ ഒരു ലോകത്ത് ആയുധങ്ങളുടെ ആവശ്യമില്ല. എന്നാൽ ദേവീദേവന്മാർ കൈകളിൽ ആയുധങ്ങൾ വഹിച്ചുള്ള ചിത്രങ്ങളാണ് നമ്മൾ കാണുന്നത്. ദേവതകൾക്ക് എന്തിനാണ് ആയുധം? സത്യയുഗത്തിൽ ആ ദേവഭൂമിയിലും കൊലപാതകം നടക്കുമോ? അങ്ങനെയെങ്കിൽ അതിനെ എങ്ങനെ സ്വർഗമെന്ന് വിളിക്കും? ദേവതകൾക്ക് നിരവധി കൈകളുണ്ടോ? ഉണ്ടെങ്കിൽ അവയുടെ ഉപയോഗം എന്താണ്? ദേവതകൾക്ക് സഞ്ചരിക്കുവാൻ ഓരോരോ ജീവികൾ വാഹനമായി കാണിക്കുന്നു. ഇതിനു പിന്നിലുള്ള രഹസ്യം എന്താണ്? ഇവയെല്ലാം ഇന്നത്തെ ജ്ഞാനരത്നങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഓം ശാന്തി. ഈ ചോദ്യം നമ്മുടെ മനസ്സിൽ ഉയർന്നു വരുമ്പോൾ തന്നെ, അതായത് സ്വർഗത്തിലെ ദേവന്മാർക്ക് ആയുധങ്ങളുടെ ആവശ്യം എന്തായിരുന്നു, ആ ചോദ്യത്തിനുള്ളിൽ തന്നെ, അഥവാ ചോദ്യം ചോദിക്കുന്നവരുടെ ഉള്ളിൽ തന്നെ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരം കടന്നു വരും. നമ്മൾ ബാക്കിയെല്ലാം ഒരു സൈഡിലേക്ക് നീക്കി വെച്ചിട്ട്, കേട്ടതും അറിഞ്ഞതും വായിച്ചതും എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ചിന്തിച്ച് നോക്കിക്കോളൂ. ദേവന്മാർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത് എന്താണ്? എല്ലാ നന്മകളും ഉള്ളവർ അല്ലേ? സുഖവും ശാന്തിയും സന്തോഷവും എല്ലാ നന്മകളും. ഈവൻ സ്വർഗത്തിൻ്റെ ചിത്രങ്ങളിൽ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടെ മതിലുകൾ പോലും കണ്ടിട്ടില്ല കൊട്ടാരങ്ങൾക്ക് അല്ലേ? വിശാലമായ ഭൂമിയാണ് കാണിക്കുന്നത്. കൊട്ടാരങ്ങൾ കാണിക്കും, സ്വർണ്ണ കൊട്ടാരങ്ങൾ. പക്ഷെ അവയ്ക്കൊന്നും ഒരു കൊട്ടാരത്തിന് ചുറ്റൊരു മതിൽ കെട്ടിയ ചിത്രം പോലും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു മതിൽ കെട്ടിയിരിക്കുക എന്നുള്ള ആ ഒരു ഭയം പോലും ഇല്ല. ശത്രുവിനെ പേടിച്ചിട്ടാണല്ലോ എപ്പോഴും, കള്ളന്മാരെ പേടിച്ചിട്ടും സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ് നമ്മൾ മതിലുകൾ കെട്ടണം. അപ്പോൾ പിന്നെ സത്യയുഗത്തിലെ ദേവന്മാരുടെ കയ്യിൽ ആയുധങ്ങൾ കാണിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, സത്യയുഗത്തിലെ ദേവന്മാർക്ക് ഭയമില്ല. അല്പം പോലും ഭയത്തിൻ്റെ ആവശ്യമില്ല. കാരണം അസത്യം ഉണ്ടെങ്കിലേ ഭയക്കണ്ടു. ദേവന്മാരല്ലെങ്കിൽ ദേവിമാരെ, അവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത് പരിശുദ്ധിയാണ്. എവിടെ പരിശുദ്ധിയുണ്ടോ അവിടെ സുഖവും ശാന്തിയും മാത്രമേ ഉള്ളൂ. അവിടെ ദുഃഖത്തിൻ്റെ, ശാന്തിയുടെ, ഭയത്തിൻ്റെ യാതൊരു വിഷയമേ വരുന്നില്ല. അത് മാത്രമല്ല, അസത്യവും അധർമ്മവും അക്രമങ്ങളും മറ്റ് ആ രീതിയിലുള്ള ഭയപ്പെടുത്തുന്ന യാതൊന്നും, അപകട മരണങ്ങളോ അങ്ങനെയുള്ള യാതൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു കാലഘട്ടത്തെയാണ് നമ്മൾ സ്വർഗം എന്ന് പറയുന്നത്. ആ മനുഷ്യ ജീവിതത്തിൻ്റെ ആ അവസ്ഥയെയാണ് സ്വർഗീയ ജീവിതം എന്ന് ചിത്രീകരിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും ദേവന്മാർക്ക് ഒരു ശത്രു ഉണ്ടെങ്കിലല്ലേ പിന്നെ ഒരു ആയുധത്തിൻ്റെ ആവശ്യമുള്ളൂ. ശത്രുത എന്ന് പറയുന്നൊരു കാര്യമേ അവിടെ വരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും ആത്മബോധത്തിലാണ്. ആത്മാവാണെന്ന ബോധത്തിൽ ജീവിക്കുന്നത് കൊണ്ട് എല്ലാവരെ പ്രതിയും പരസ്പരം ഉള്ള മനോഭാവം തന്നെ സാഹോദര്യത്തിൻ്റെ അഭാവമാണ്. ശുദ്ധമായ സാഹോദര്യഭാവം. ഇന്നത്തെ സാഹോദര്യഭാവമല്ല. ഇന്ന് നമുക്ക് ഒരു വീട്ടിൽ ഒരച്ഛൻ്റെ അമ്മയുടെ മക്കളാണെങ്കിൽ പോലും സാഹോദര്യഭാവത്തിൻ്റെ ഭാവനയിൽ എത്ര വ്യത്യാസമുണ്ട്. ഭാവത്തിലും ഭാവനയിലും ഒരച്ഛൻ്റെ മക്കളാണ്, പേരിന് സഹോദരങ്ങളാണ്, പക്ഷെ സ്വഭാവത്തിൽ വൈര്യവും വിരോധവും എല്ലാം, അശുദ്ധിയും കളങ്കവും എല്ലാം നമുക്കിന്ന് കാണാം. പക്ഷെ സത്യുഗം അങ്ങനെയായിരുന്നില്ല. പരിശുദ്ധിയായിരുന്നു മുഖമുദ്ര. ആത്മീയ സാഹോദര്യ ഭാവമായിരുന്നു. ഞാൻ ആത്മാവാണ്, എൻ്റെ കൂടെയുള്ളവർ ഓരോരുത്തരും നാടകം കളിക്കുന്നത് ആത്മാക്കളാണ്. സാഹോദര്യഭാവം ആത്മീയ സാഹോദര്യമാണ്. അത് പരിശുദ്ധിയുടെ ആധാരത്തിലുള്ളതാണ്, പവിത്രതയുടെ. അത് കാരണം ശത്രുത, വിരോധം, പകവീട്ടൽ ഇതൊന്നും ദൈവിക ഗുണങ്ങളുള്ളവരിൽ ഉണ്ടായിരുന്നില്ല. അഥവാ ഈ പകയും പകവീട്ടലും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവരെ ദേവൻ അല്ലെങ്കിൽ ദേവി എന്ന് വിളിക്കില്ലല്ലോ. ദേവൻ ദേവി എന്നുള്ള വാക്ക് തന്നെ എവിടുന്നാണ് വരുന്നത്? ആരിൽ ഡിവൈൻ വെർച്യൂസ് ഉണ്ടായിരുന്നു, ദൈവിക ഗുണങ്ങളുണ്ടായിരുന്നു, അവർക്കുള്ള പേരാണ് ദേവന്മാർ. അഥവാ അവരിൽ എന്തെങ്കിലും നമ്മൾ പറയുന്നത് പോലെയുള്ള പകയും പകവീട്ടലും വിദ്വേഷവും വെറുപ്പും ശത്രുതയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അവരെ ഒരിക്കലും ദേവനെന്ന് പറയില്ലല്ലോ. അപ്പം അത് രണ്ടും കൂടി വരുമ്പോൾ നമ്മൾ മനുഷ്യന്മാരിലാണ് ഇത് രണ്ടും കാണുന്നത്. നന്മയും തിന്മയും കൂടെ ചേരുമ്പോൾ നന്മകൾ മാത്രമായി കഴിയുമ്പോഴാണ് ദേവത എന്ന് പറയുന്നത്. ഇന്ന് പോലും കലിയുഗത്തിൻ്റെ ഈ കാലഘട്ടത്തിൽ പോലും നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ആരിലെങ്കിലും സത്സ്വഭാവങ്ങൾ കണ്ടാൽ മാത്രമാണ് നമ്മൾ പറയാറുള്ളത് ദേവനെ പോലെ അല്ലെങ്കിൽ ദേവിയെ പോലെ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ?
അപ്പോൾ പെരുമാറ്റം നല്ലതാണെങ്കിൽ, സ്വഭാവം നല്ലതാണെങ്കിൽ, ശീലങ്ങൾ നല്ലതാണെങ്കിൽ നമ്മൾ പറയും ദേവനെ പോലെ അല്ലെങ്കിൽ ദേവിയെ പോലെ. അപ്പോൾ ദേവൻ അല്ലെങ്കിൽ ദേവിയെ പോലെ എന്ന് പറയണമെങ്കിൽ പോലും ഗുണങ്ങളെ ചൂണ്ടിക്കാണിച്ചിട്ടാണ് പറയുന്നത്. അപ്പോൾ ഗുണങ്ങൾ മാത്രം ആരിലുണ്ടായിരുന്നോ അവരെയാണ് ദേവീ ദേവതകളെന്ന് പറയുന്നത്. അപ്പോൾ ആ ദൈവിക കാലഘട്ടത്തിൽ ആ 33 കോടി, അത് രാജാവാകട്ടെ പ്രജയാകട്ടെ, എല്ലാവരിലും ദൈവിക ഗുണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആരിലും അസുരീയ സ്വഭാവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ആയുധത്തിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ എന്തുകൊണ്ട് ആയുധം കാണിക്കുന്നു അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. യഥാർത്ഥത്തിൽ ആയുധങ്ങളായിട്ട് കാണിക്കുന്നത്, ഇപ്പം ദേവിമാർക്ക് പല കൈകൾ കാണിക്കും. ചില അഷ്ടഭുജാധാരിയായിട്ട് കാണിക്കും, 8 കൈകൾ, ചിലതിൽ 10 കൈകൾ. ചില ചിത്രങ്ങൾ നോർമലായിട്ട് 2 കൈയുള്ള രീതിയിലും ദേവിയെ കാണിക്കും. അതേ ദേവിയെ തന്നെ 10 കൈകളിലും കാണിക്കും. ഇപ്പം വിഷ്ണുവിൻ്റെ തന്നെ ചിത്രം കാണിച്ചോളൂ, നോക്കൂ. ചില ചിത്രങ്ങളിൽ 4 കൈകൾ കാണും, ചില ചിത്രങ്ങളിൽ 2 കൈകളിൽ കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ദേവി തന്നെ നമുക്കറിയാം 2 കൈയിലും കാണിക്കും. അതേപോലെ തന്നെ ചില ചിത്രങ്ങളിൽ അതേ ദേവിക്ക് തന്നെ ദുർഗയെല്ലാം 8 കൈകളോടും കൂടി കാണിക്കാറുണ്ട്. ചില ചിത്രങ്ങളിൽ ദേവിമാർക്ക് തന്നെ 4 കൈകൾ കാണിക്കാറുണ്ട് അല്ലേ. അപ്പോൾ 2 കൈയായിട്ട് ലക്ഷ്മി ദേവിയെ കാണിക്കും, 4 കൈകളോടുകൂടിയ ലക്ഷ്മി ദേവിയുടെ ചിത്രവും കാണിക്കാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ വ്യത്യാസം എന്താ മനസ്സിലാക്കേണ്ടത്? ശരിക്കും ദേവന്മാരല്ലെങ്കിൽ ദേവിമാരെന്ന് പറഞ്ഞാൽ അവരുടെ രൂപം നോർമൽ, നമ്മളെ പോലെയുള്ള രൂപമായിരുന്നു. 2 കൈ 2 കാല്, എങ്ങനെയാണോ ഇന്നത്തെ മനുഷ്യൻ്റെ നോർമൽ മനുഷ്യൻ്റെ അവസ്ഥ, രൂപം അതേപോലെ തന്നെയാണ്. രൂപം, ഫിസിക്കൽ അപ്പിയറൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ അംഗങ്ങൾ, പക്ഷേ ബാക്കി അംഗങ്ങൾ പെർഫെക്ഷൻ ഉണ്ടാവും, പൂർണ്ണതയുണ്ടാവും. ഇന്നത്തെ പോലെ ഏതെങ്കിലും അംഗങ്ങളിൽ ഏതെങ്കിലും വൈകല്യങ്ങൾ ഉണ്ടാവില്ല. പല്ലിത്തിരി ഉയർന്നിട്ടോ താഴ്ന്നിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും അവയവങ്ങളിൽ കുറച്ച് ഏതെങ്കിലും തരത്തിലുള്ള കുറവുകളുണ്ടായി, ഡിഫക്റ്റ് ഒന്നുമില്ല. ആ അവസ്ഥയാണല്ലോ പെർഫെക്റ്റ് എന്ന് പറയാം, പൂർണ്ണത. അപ്പോൾ അംഗങ്ങൾ പോലും, ശരീരം പോലും പൂർണ്ണതയിൽ, ഓരോ അവയവത്തിനും അതിൻ്റേതായ പൂർണ്ണതയുണ്ടായിരുന്നു. ഒരു അവയവത്തിന് യാതൊരു അംഗവൈകല്യവും ഉണ്ടായിരുന്നില്ല. എല്ലാ അവയവങ്ങളിലും ആത്മാവിലെ ആ ഗുണങ്ങളുടെ പൂർണ്ണത. സർവഗുണസമ്പന്നരായിരുന്നല്ലോ ദേവതകൾ. അങ്ങനെയല്ലേ നമ്മൾ പാടുന്നത്, സർവഗുണസമ്പന്നര്, സമ്പൂർണ്ണ നിർവികാരി, അഹിംസ പരമോധർമ്മം, അങ്ങനെയല്ലേ പാടുക. അപ്പോൾ സമ്പൂർണ്ണ നിർവികാരി, വികാരങ്ങളൊന്നുമില്ല, കാമമില്ല, ക്രോധമില്ല, അഹങ്കാരമില്ല, അത്യാഗ്രഹമില്ല. അതേപോലെ അഹിംസോ പരമോധർമ്മം, അഹിംസ പരമമായ ധർമ്മമായിട്ട് സ്വീകരിച്ചവർക്ക് പിന്നെ ആയുധം എന്തിന്? ആലോചിച്ച് നോക്കൂ. ആരുടേതായിരുന്നു അഹിംസ പരമമായ ധർമ്മം? പിന്നെ അവർക്ക് ആയുധത്തിൻ്റെ ആവശ്യം എന്താ? അപ്പോൾ അവർ നമ്മൾ ചിത്രങ്ങളിൽ കാണിക്കുന്നത് പോലെയുള്ള ആയുധങ്ങൾ തീർച്ചയായിട്ടും അവർ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്നാൽ ചോദിക്കും, പിന്നെ എന്തുകൊണ്ട് ഇത്രയും കൈകളിൽ ആയുധങ്ങളും കാണിച്ചിരിക്കണോ? അപ്പം ശരിക്കും പറഞ്ഞാൽ ദൈവിക ഗുണങ്ങളുള്ള സമയത്ത് ആ ദൈവിക ഗുണങ്ങൾ നമുക്ക് എത്ര ശക്തി പകർന്നിരുന്നു. ആത്മാവിലെ ശക്തിയുടെ ചിത്രീകരണമാണ്. സത്യത്രേതായുഗത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് ഗുണങ്ങളായിരുന്നു നമ്മുടെ ശക്തി, ഗുണങ്ങളായിരുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ ആയുധം. ജീവിതത്തിൽ ആയുധമായിട്ട് ഉപയോഗിച്ചത് ആയുധം എന്തിനാണ്? ജയിക്കാൻ. ശത്രുവിനെ ജയിക്കാനാണല്ലോ ആയുധത്തിൻ്റെ ആവശ്യം. ശത്രു വരുന്നു എന്ന് പറയും, വരുന്ന പേടിച്ചിട്ടല്ലേ നമ്മൾ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടണം. ഇന്ന് തന്നെ നമ്മൾ രാജ്യത്തിൽ തന്നെ നോക്കിക്കോളും. നമ്മുടെ രാജ്യം എത്ര തന്നെ പൈസ അത് സുരക്ഷയ്ക്ക് വേണ്ടി ചിലവാക്കുന്നോ. അപ്പോൾ ആ ഡിഫൻസിലാണല്ലോ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കണം. അപ്പോൾ പ്രതിരോധത്തിന് വേണ്ടിയിട്ട് വാങ്ങി വയ്ക്കുക. അർത്ഥം ആരെങ്കിലും വരും നമുക്ക് ശത്രുവായിട്ട്, പേടിച്ചിട്ട് ഭയമുണ്ട് നമുക്ക്, കാരണം ശത്രുക്കളുണ്ട് ധാരാളം. അപ്പോൾ അവർ വന്നാൽ അവരെ നേരിടാൻ നമുക്കിത് വേണം. പക്ഷേ സത്യയുഗ സമയത്ത് നമുക്കറിയാം, സത്യത്രേതായുഗത്തിൽ നമുക്ക് ശത്രുവിൻ്റെ കാര്യമേ ഇല്ല. കാരണം അവിടെ ആരും നമുക്ക് ശത്രുവില്ല. അതുകൊണ്ട് ആയുധം വാങ്ങി കുട്ടി വയ്ക്കുക അല്ലെങ്കിൽ ആയുധം കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ആ സമയത്ത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ആയുധമായിട്ട് നമ്മൾ ജീവിത വിജയത്തിൻ്റെ ആധാരശിലകളെന്ന് പറയുന്നത് നമ്മുടെ ഗുണങ്ങളായിരുന്നു. ശാന്തിയുടെ ശക്തി, സഹനശക്തി, എല്ലാ ഗുണങ്ങളും, പവിത്രത അല്ലെങ്കിൽ പരിശുദ്ധിയുടെ ശക്തി, സ്നേഹത്തിൻ്റെ ശക്തി, വിവേകത്തിൻ്റെ ശക്തി, ആത്മബോധത്തിൻ്റെ ശക്തി. അപ്പോൾ ആ ഗുണങ്ങളാണ് അവിടെ നമ്മുടെ ശക്തി. പവിത്രത അവിടെ ബലമാണ്, ശാന്തിയുടെ ശക്തിയാണ്, സ്നേഹത്തിൻ്റെ ശക്തിയാണ്. ഇന്ന് നമ്മൾ പറയില്ലേ, സ്നേഹത്തിൻ്റെ ശക്തി ഉപയോഗിച്ച് കല്ലിനെ പോലും വെള്ളമാക്കാമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? സ്നേഹം എന്ന് പറയുന്ന ഗുണം ഒരു ശക്തിയായിട്ട് മാറി ആ ശക്തി ഉപയോഗിച്ച് നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും
പല വിപരീത സാഹചര്യങ്ങളിലും നമുക്ക് വിജയം നേടാൻ കഴിയും. അപ്പോൾ ദേവീ ദേവതകളായിരുന്ന സമയത്ത് ആത്മാവ് സർവഗുണസമ്പന്നരായിരുന്നപ്പോൾ, നമ്മളിൽ എല്ലാ ഗുണങ്ങളും ഉണ്ടായിരുന്നപ്പോൾ, നമ്മളിൽ എല്ലാ ശക്തികളും ഉണ്ടായിരുന്നു. അത് ആ ശക്തികളെയാണ് 8 കൈകളായിട്ട് കാണിക്കുന്ന, ശരിക്കും പറഞ്ഞാൽ അഷ്ടശക്തികളാണ്. ആത്മാവിലെ ശക്തി, ആത്മശക്തി 8 രൂപം കൊള്ളുന്നത് കാണിച്ചിരിക്കുക. അപ്പം നോക്കൂ, ശക്തിയെ എങ്ങനെയാണ് വരച്ച് കാണിക്കുക? ആത്മാവിൽ ശക്തിയുണ്ട് എന്നുള്ളത് അറിയാം. അപ്പം ആത്മാവിൽ ശക്തിയുണ്ട് എങ്ങനെ കാണിക്കും? ആത്മാവിനെ ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. പിന്നെ ആത്മാവിലെ ബലത്തെ എങ്ങനെ ചിത്രീകരിക്കും? അപ്പം തീർച്ചയായിട്ടും ഒരു ആർട്ടിസ്റ്റിന് ആത്മാവിൽ ശക്തിയുണ്ട്, ആ ശക്തിയെ ചിത്രീകരിക്കൂ എന്ന് നിർദ്ദേശം കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും ആ ആർട്ടിസ്റ്റ് ആത്മശക്തിയെ കാണിക്കാൻ വേണ്ടിയിട്ട് തന്നെ ആയിരിക്കണം എന്ത് ചെയ്തിട്ടുണ്ടാവുക? ഓരോ കൈകൾ കാണിക്കുകയും ആ കൈകളിലെല്ലാം ഓരോ ആയുധം കാണിക്കുകയും ചെയ്തിരിക്കണം. അല്ലാതെ ദേവി 8 കൈകൾ ഉപയോഗിച്ചെന്നോ ആ 8 കൈകളിൽ 8 ആയുധം വെച്ചിട്ട് നിഗ്രഹിച്ചു എന്നുള്ളതല്ല. അഷ്ടശക്തികൾ ഉപയോഗിച്ച് സഹിക്കാനുള്ള ശക്തി, നേരിടാനുള്ള ശക്തി, തീരുമാനം എടുക്കാനുള്ള ശക്തി, തിരിച്ചറിയാനുള്ള ശക്തി, ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും നമുക്ക് എല്ലാവർക്കും ഇത് ആവശ്യമാണ്. ഇന്ന് തന്നെ നോക്കും, നമുക്ക് രാവിലെ മുതൽ വൈകുന്നത് വരെ നമ്മുടെ ജീവിതത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആവശ്യം ശക്തികളല്ലേ? അതിൽ തന്നെ സഹിക്കാനുള്ള ശക്തി അല്ലേ? ആവശ്യത്തിന് മാത്രം കർമ്മേന്ദ്രിയങ്ങൾ ഉപയോഗിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാനുള്ള ശക്തി. എവിടെ ആവശ്യമോ അവിടെ മാത്രം സംസാരിക്കുക. ഏത് കാര്യത്തിൽ ശ്രദ്ധിക്കണോ അതിൽ മാത്രം ശ്രദ്ധിക്കുക. കാണേണ്ടത് മാത്രം കാണാൻ അതിന് ശക്തി വേണം. പറയേണ്ടത് മാത്രം പറയുക, ശക്തി വേണം. അല്ലെങ്കിൽ നാവിൽ നിന്ന് വാക്കുകൾ സ്ലിപ്പായി കഴിഞ്ഞാൽ ഈ നാവിൽ നിന്ന് വീഴുന്ന വാക്കുകൾ കൊണ്ട് നമുക്ക് മഹാഭാരത യുദ്ധം ഉണ്ടാക്കാൻ പറ്റും. വീടുകളെ യുദ്ധക്കളാക്കി മാറ്റാൻ പറ്റും. ബന്ധങ്ങളെ മുറിക്കാൻ പറ്റും. പറയാറില്ലേ, നാവിനെല്ലില്ല, പക്ഷേ ഈ നാക്കുകൊണ്ട് എല്ലുകളെ തകർക്കാൻ പറ്റും, മനസ്സുകളെ തകർക്കാൻ പറ്റും. അപ്പോൾ അവിടെയൊക്കെ എന്ത് വേണം? ശക്തി വേണം അല്ലേ? ശക്തി എവിടെയുള്ളത്? ആത്മാവിലാണ്, മനസ്സിലാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലെ ശക്തികളെ കാണിച്ചിരിക്കുകയാണ് ആ കൈകളുടെ രൂപത്തിൽ. അല്ലാതെ സത്യത്രേദേഹത്തിൽ ജീവിച്ചിരുന്ന സമയത്ത് ദേവന്മാർക്കോ ദേവിമാർക്കോ 8 10 കൈകളുണ്ടെന്നുള്ളതല്ല. അവിടെ എല്ലാവർക്കും നമ്മളെപ്പോലെ തന്നെ കാലുകളും ശാരീരികമായി നോക്കിക്കഴിഞ്ഞാൽ 2 കൈയും 2 കാലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവർ സർവഗുണ സമ്പന്നരായിരുന്നു, സർവശക്തി സമ്പന്നരായിരുന്നു. അഹിംസ പരമോധർമ്മമായി ഉപയോഗിച്ചിരുന്നതാണ്. പക്ഷേ എന്ന് ചോദിക്കും, ഈ ആയുധങ്ങൾ ഉപയോഗിച്ചപ്പോൾ നിഗ്രഹം നടത്തിയതായിട്ട് കാണിക്കുന്നുണ്ടല്ലോ, വധിച്ചതായിട്ട് കാണിക്കുന്നുണ്ടല്ലോ. ആ വധം തന്നെ നോക്കിക്കോളൂ. ദേവൻ അല്ലെങ്കിൽ ദേവി, കാളിയാകട്ടെ ദുർഗയാകട്ടെ, അവരെല്ലാം വധിക്കുമ്പോൾ മഹിഷാസുര മർദിനി എന്ന് വിളിക്കാറുണ്ട്. മഹിഷാസുരനെ കൊന്നത്, അല്ലെങ്കിൽ ശ്രീ അയ്യപ്പൻ മഹിഷയെ കൊന്നത്, ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാവരും ആ അസുരന്മാരെ കൊല്ലുന്ന സീൻ തന്നെ നോക്കിക്കോളും. ദേവന്മാർ അസുര നിഗ്രഹം നടത്തിയതായിട്ട് കാണിക്കുന്ന ഘട്ടങ്ങളിലെല്ലാം ദേവിമാരെ ഏതെങ്കിലും ഒരു അസുരനെ വധിച്ച ചിത്രം തന്നെ നോക്കിക്കോളും. ആ വധസമയത്ത് വധിക്കാൻ തന്നെ ഉപയോഗിക്കുന്നത് എങ്ങനെ? ആയുധങ്ങൾ മനസ്സിൽ സങ്കല്പിക്കണു, അപ്പോഴേക്കും ആയുധം വരുന്നു ആകാശത്തുനിന്ന്. അങ്ങനെയല്ലേ നമ്മൾ കണ്ടിട്ടുള്ളത്? തൃശൂലം വരുന്നു, മനസ്സിൽ വിചാരിച്ചു, ആയുധം വന്നു, നിഗ്രഹിക്കുന്നു. മനസ്സിൽ വിചാരിച്ചു, സുദർശന ചക്രം വരുന്നു, എടുക്കുന്നു, നിഗ്രഹിക്കുന്നു. എൻ്റെ അർത്ഥം എന്താ? ഇന്ന് നമുക്കറിയാം, വിചാരിച്ചു ആയുധം വന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? രണ്ടർത്ഥമുണ്ട്. ഇന്ന് എന്തെല്ലാം ആയുധങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടോ അതെല്ലാം മനുഷ്യൻ്റെ സങ്കല്പശക്തിയിലൂടെ ഉണ്ടാക്കിയതാണ്. മനുഷ്യനുണ്ടാക്കിയതാണ് എല്ലാ ആയുധം. റോക്കറ്റാകട്ടെ, ബാക്കി മിസൈൽസ് ആകട്ടെ, എന്തെല്ലാം സാധനങ്ങൾ കണ്ടുപിടിച്ചോ മനുഷ്യൻ്റെ ബുദ്ധിയിൽ നിന്നുണ്ടായതാണ് ആ സാധനങ്ങൾ അല്ലേ? അപ്പം മനുഷ്യനുണ്ടാക്കിയ സാമഗ്രികൾ അവൻ്റെ തന്നെ സർവനാശത്തിന് അത് കാരണമായിട്ട് മാറും. ഇനി ദേവിമാർ തൻ്റെ സങ്കല്പശക്തി ഉപയോഗിച്ച് ആയുധങ്ങളെ ഉണ്ടാക്കി, ആ ആയുധം ഉപയോഗിച്ച് നിഗ്രഹിച്ചു. അതിൻ്റെ അർത്ഥം എന്താണ്? സത്യത്രേദേഹത്തിൽ നമുക്കറിയാം, ദേവന്മാർക്കും ദേവിമാർക്കും ഒരു ആയുധത്തിൻ്റെ ആവശ്യമില്ല. പക്ഷേ പിന്നെ ആ ദേവാത്മാക്കൾക്ക് എപ്പോഴാണ് ഈ ആയുധത്തിൻ്റെ ആവശ്യം വന്നത്? അസുര നിഗ്രഹത്തിന്. ദേവാത്മാക്കൾക്ക് അസുര നിഗ്രഹം ചെയ്യേണ്ടി വരുന്നത് എപ്പോഴാണ്? ദേവാത്മാക്കൾ സത്യത്രേദയുഗത്തിന് ശേഷം ദ്വാപരയുഗ കലിയുഗത്തിൽ ആത്മാക്കൾ അത് തന്നെയാണല്ലോ, പുനർജന്മം എടുക്കുന്നുണ്ട്. അപ്പം സത്യത്രേദയുഗത്തിലുണ്ടായിരുന്ന ദേവന്മാരല്ലെങ്കിൽ ദേവിമാർ, ആ 33 കോടി ആത്മാക്കൾ എവിടെയുണ്ട്? ദ്വാപരയുഗത്തിലുണ്ട്, കലിയുഗ അന്ത്യം വരെയുണ്ട്. വേഷം മാറി, ജന്മങ്ങൾ മാറി മാറി എടുക്കുകയാണ്, ശരീരമാകുന്ന വസ്ത്രം മാറി മാറി വന്നു, പക്ഷെ ആത്മാവ് അത് തന്നെയാണ്, ദേവാത്മാവ്. പക്ഷെ ദ്വാപരയുഗത്തിൽ വന്നപ്പോൾ ദേവഗുണവും അസുരഗുണവും കൂടെ ഒരുമിച്ചു. കലിയുഗ അവസാനം എത്തിയപ്പോഴേക്കും എന്തായി? നമ്മളുടെ അസുരീയ സംസ്കാരങ്ങൾ മാത്രം
കൂടുതൽ എമർജ് രൂപത്തിൽ, നമ്മളിലെ ദൈവിക സംസ്കാരം മെർജ് രൂപത്തിലാണ്. അപ്പോൾ എപ്പോഴാണോ നമുക്ക് ഈ നമ്മളിലെ നന്മകളും തിന്മകളും കൂടെ നമ്മുടെ ഉള്ളിൽ കിടക്കുകയും ആ നന്മ തിന്മകളുടെ വടംവലി ജീവിതത്തിൽ ഉണ്ടാകണേ, ആ സമയത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ദൈവാത്മാക്കൾക്ക് എപ്പോഴാണ് അസുര നിഗ്രഹം ചെയ്യേണ്ടി വരുന്നത്? ഈ വർത്തമാന കാലഘട്ടത്തിലാണ് അല്ലേ? കലിയുഗത്തിൻ്റെ ഈ അന്ത്യം എത്തിയപ്പോൾ ദൈവാത്മാക്കൾ, സത്യത്രൈതൈകത്തിൽ ജീവിച്ചിരുന്ന ദൈവാത്മാക്കളും എന്ത് ചെയ്യണം? അവർക്കും അസുര സ്വഭാവങ്ങളുടെ നിഗ്രഹം നടത്തണം. കാരണം ദൈവാത്മാക്കളുടെ ഉള്ളിലും എന്ത് കടന്നുകൂടി? ആസുരീയ സ്വഭാവ സംസ്കാരങ്ങൾ അല്ലേ? അപ്പം ആ ആസുരീയ സംസ്കാരം കടന്നുകൂടിയ അർത്ഥം നമ്മളുടെ ദൈവസംസ്കാരം മെർജ് രൂപത്തിലും അപ്രത്യക്ഷമായിട്ടിരിക്കുകയാണ്, ഗുപ്തമായിട്ടിരിക്കുകയാണ്. നമ്മളുടെ ആസുരീയ സംസ്കാരം പ്രത്യക്ഷ രൂപത്തിലും വന്നു. അപ്പം നമുക്ക് എന്ത് വേണം? വീണ്ടും നമ്മുടെ ആത്മബലം ഉപയോഗിച്ച്. അതുകൊണ്ടാണ് ദേവിമാർ നിഗ്രഹം നടത്തുമ്പോൾ എപ്പോഴും കണ്ടിട്ടില്ലേ, ശിവനിൽ നിന്ന് ശക്തി എടുക്കുന്നു, നിഗ്രഹിക്കുന്നു. ശിവശക്തികളായിട്ടാണ് ദേവിമാരെ കാണിക്കണം. നിഗ്രഹത്തിനുള്ള ശക്തി ശിവനിൽ നിന്ന് എടുക്കുന്നതായിട്ടാണ് കാണിക്കണം അല്ലേ? അപ്പോൾ എപ്പോഴാണോ നമ്മൾ ആത്മാവ് വീക്കാകണേ, ആ സമയത്ത് നമുക്ക് ആത്മാക്കൾക്ക് ശക്തി എവിടെ നിന്ന് കിട്ടുള്ളൂ? ശിവനിൽ നിന്ന്, സർവശക്തിവാനിൽ നിന്ന്. അപ്പം സർവശക്തിവാനിലെ ബുദ്ധിയോഗം വയ്ക്കുമ്പോൾ ആത്മബലം ജാഗ്രത് അവസ്ഥയിലേക്ക് ഉയരുകയും ആ ജാഗ്രത് അവസ്ഥയിലേക്ക് ഉണർന്ന് ആ ശക്തി ആത്മബലം തന്നെ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലും കടന്നുകൂടിയ ആസുരീയ സ്വഭാവങ്ങളുടെ മേലെ വിജയം നേടാം. കാമത്തിനെയും ജയിക്കണം, ക്രോധത്തിനെ ജയിക്കണം, അസൂയയെ ജയിക്കണം, എന്തെല്ലാം ദുശീലങ്ങളും ദുസ്വഭാവങ്ങളും കടന്നുകൂടി അതിനെ ജയിക്കണം. അതുകൊണ്ടാണ് ദേവന്മാരല്ലെങ്കിൽ ദേവിമാർ അസുര നിഗ്രഹം നടത്തുമ്പോൾ അവരുടെ മുഖഭാവം തന്നെ കണ്ടിട്ടില്ലേ? വളരെ ശാന്തവും ശീതളവും പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കണം. വധം തന്നെ ഒരു പ്രത്യേക രീതിയിലാണ്. സാധാരണ ഇന്ന് നമുക്കറിയാമല്ലോ, വധിക്കുക എന്ന് പറഞ്ഞാൽ വധിക്കപ്പെടുന്നവരുടെയും വധിക്കുന്നവരുടെയും മുഖം എങ്ങനെ ഇരിക്കും? ക്രൂരതയെ നിറഞ്ഞു നിൽക്കണം. പക്ഷെ ദേവീദേവന്മാരുടെ ചിത്രങ്ങളിൽ ഒന്നും തന്നെ വധസമയത്ത് നമുക്ക് ക്രൂരത കാണുന്നില്ല. അപ്പോൾ ഇവിടെ വധം തന്നെ പ്രത്യേകമായൊരു രീതിയിലാണ്. ശരിക്കും വധം എന്നുള്ള ശബ്ദം ആത്മീയ ഭാഷയിൽ ഉപയോഗിച്ചത് തന്നെ മഹർഷിമാർ, നമുക്കെല്ലാവർക്കും അറിയാം, മഹർഷിമാർ വളരെ ബുദ്ധിശാലികളായിരുന്നു. ത്രികാലദർശിത്വം എന്ന് പറയുന്ന ആ ഉയർന്ന ത്രികാല ജ്ഞാനത്തിൻ്റെ ആ ഒരു അവസ്ഥയിലേക്ക് ഭാവി ഭൂതം വർത്തമാനം മുന്നിൽ വെച്ചുകൊണ്ട് വളരെയധികം കാര്യങ്ങൾ നമുക്ക് പകർന്നു തന്നിട്ടുണ്ട്. വേദോപനിഷത്തുകളിലൂടെ, ഇതിഹാസ പുരാണങ്ങളിലൂടെയെല്ലാം. അപ്പം അവയിലെല്ലാം ഭാഷ എന്ന് പറഞ്ഞാൽ തന്നെ പറയും, വേദങ്ങളിലെല്ലാം ഉപയോഗിക്കുന്ന, ഇതിഹാസങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയ്ക്ക് തന്നെ ഒരു പ്രത്യേകത ഉണ്ട്. സമാധി ഭാഷ എന്നാണ് പറയുന്നത്. സമാധി അവസ്ഥയിൽ ഉപയോഗിച്ച ഭാഷയാണ്. അർത്ഥം അതിൽ നമുക്ക് ജീവിത ആശയങ്ങളും ദർശനങ്ങളും വളരെ ഗുപ്ത രൂപത്തിൽ, ഉപകഥകളുടെ രൂപത്തിൽ അതിൽ വെച്ചിട്ടുണ്ട്. അതായത് വളരെയധികം ബുദ്ധിമാന്മാരായിരുന്ന മഹർഷിമാർ ആ ജ്ഞാനത്തെ എല്ലാവർക്കും, സാധാരണക്കാർക്ക് അതിനെ മേലെ മേലെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. തങ്ങളെപ്പോലെ ആ ബുദ്ധിസ്ഥിരതയുള്ളവർക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന ഭാഷയിലാണ് അതെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണ നമ്മൾ മുകൾ ഭാഗത്തുനിന്ന് വേദോപനിഷത്തുകളെ ആ രീതിയിൽ വായിച്ചാൽ ശബ്ദാർത്ഥം മാത്രമേ എടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ഇതിനെ കഥകളായിട്ട് മാത്രമേ നല്ലൊരു എടുത്തിരിക്കണം മെജോറിറ്റിയും. പക്ഷേ ആ വേദോപനിഷത്തുകൾക്കുള്ളിലെ മഹർഷിമാർ ഏത് ജീവിത ആശയത്തെ നൽകാനാണോ ആ കഥയെ ഉപകഥയെ എഴുതി വച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സൂക്ഷ്മ ബുദ്ധി വേണം. സ്ഥൂല ബുദ്ധിക്ക് അത് മനസ്സിലാകില്ല. ആ ദിവ്യ ബുദ്ധിയോടുകൂടി നമ്മൾ ആ ഗ്രന്ഥത്തെ സമീപിക്കുമ്പോൾ, അപ്രോച്ച് ചെയ്യുമ്പോൾ മാത്രമേ അതിൻ്റെ ഉള്ളിലെ സൂക്ഷ്മ തലങ്ങളെ മനസ്സിലാക്കി അതിനെ നമുക്ക് ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് വധം എന്നുള്ള ശബ്ദം തന്നെ ശരിക്കും വധിക്കുക അർത്ഥം കൊല്ലുക. എന്തിനെ വധിക്കുക? ശരിക്കും പറഞ്ഞാൽ സംസ്കരിക്കുക, ഇല്ലാണ്ടാക്കുക. സംസ്കരണമാണ്, ട്രാൻസ്ഫോർമേഷനാണ്, അസുരീയ നിഗ്രഹമാണ്. അസുരൻ്റെ നിഗ്രഹമല്ല, ആസുരീയ സ്വഭാവ സംസ്കാരങ്ങളുടെ നിഗ്രഹണം. അത് നമുക്കിപ്പോൾ ആവശ്യമുണ്ട്. അത് വർത്തമാനകാലത്തിലാണ് വേണ്ടത്. കാരണം ദ്വാപരയുഗം മുതൽ ആസുരീയ സ്വഭാവങ്ങൾ തുടങ്ങിയെങ്കിലും ആ ആസുരീയ സ്വഭാവ സംസ്കാരങ്ങൾ തന്നെ അതിൻ്റെ ബീഭത്സമായ രൂപത്തിൽ എത്തിയിരിക്കുന്നത് ഇന്നാണ് മനുഷ്യനിൽ. അതുകൊണ്ടല്ലേ നമുക്ക് പേര് മാത്രമേ മനുഷ്യൻ എന്നുള്ളൂ. സ്വഭാവം പൈശാചികം എന്നല്ലേ പേപ്പറിലൊക്കെ എഴുതുക, മൃഗീയം എന്നല്ലേ. അപ്പം നമ്മൾ ഇന്നാണ് ആ മൃഗീയമായ പൈശാചികമായ സ്വഭാവ സംസ്കാരങ്ങൾ കാണുന്നത്. അപ്പം ഈ സ്വഭാവ സംസ്കാരങ്ങളുടെ സംസ്കരണം, അതിനെയാണ് ആത്മീയ ഭാഷയിൽ വധം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പം അസുര സ്വഭാവങ്ങളുടെ നിഗ്രഹമാണ് സ്വദർശന ചക്രം ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്. സ്വദർശന ചക്രം, സ്വദർശനം, സ്വയത്തെ ദർശിക്കുക. എവിടെ? ചക്രത്തിൽ.
ചക്രത്തിലർത്ഥം കാലചക്രത്തിൽ, കാലചക്രത്തിൻ്റെ ജ്ഞാനം. അപ്പം ജ്ഞാനബലം ഉപയോഗിച്ച് കാര്യങ്ങളെ നോക്കിക്കാണും. എന്നാലേ ആസുരീയ സ്വഭാവ സംസ്കാരങ്ങളെ നിഗ്രഹിക്കാൻ പറ്റുള്ളൂ. ഞാൻ ആരാ, എവിടുന്നാ വന്നേ, എങ്ങനെയാണ് ജീവിതം ആരംഭിച്ച് ഇപ്പോൾ എവിടെ എത്തിയിരിക്കുന്നു, വീണ്ടും എനിക്ക് എങ്ങനെയായിട്ട് മാറണം. ഇതാണ് ചക്രം കറക്കുക, ബുദ്ധിയിൽ അറിവിനെ കറക്കിക്കൊണ്ടിരിക്കുക. അതുപയോഗിച്ചാലേ നമുക്ക് നമ്മുടെ ഉള്ളിലെ സ്വഭാവ സംസ്കാരങ്ങളുടെ നിഗ്രഹണം നടത്താൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ വധം അല്ലെങ്കിൽ നിഗ്രഹം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആസുരീയ സ്വഭാവ സംസ്കാരങ്ങളുടെ നിഗ്രഹണമാണ്. ആ നിഗ്രഹം നമ്മൾ നടത്തുക. അതുകൊണ്ടാണ് അതിനെ അനന്തരൂപത്തിൽ കാണിച്ചിരിക്കുന്നത്. വിഷ്ണു തന്നെ നോക്കൂ, അനന്തശയനത്തിൽ കാളിയമർദ്ദനത്തിലൊക്കെ കാണിക്കണില്ലേ, കാളിയൻ്റെ മേലെ കൃഷ്ണൻ നിന്നിട്ട് ഡാൻസ് ചെയ്യാണ്, കാളിയനെ കൊല്ലാൻ നൃത്തം ചെയ്തുകൊണ്ട് കൊല്ലുകയാണെന്നാണ് പറയണത്. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ മനസ്സിലാക്കേണ്ടത് കാളിയനർത്ഥം വിഷമാണ്, വികാരങ്ങളാണ് വിഷം. ആ ദുർവികാരങ്ങളാകുന്ന വിഷത്തെ ഇല്ലാണ്ടാക്കാൻ ജ്ഞാനയോഗത്തിൻ്റെ ബലം, അത് നമുക്ക് അതീന്ദ്രിയ സുഖം നൽകും, ആനന്ദ നൃത്തം ചെയ്യാൻ സഹായിക്കും. ആ ആനന്ദത്തോടുകൂടി ജ്ഞാനയോഗത്തിൻ്റെ ബലം ഉപയോഗിച്ച്, കാരണം സാധാരണ പറയാറില്ലേ, നമുക്കൊന്ന് കളയണമെങ്കിൽ വേറൊന്ന് കിട്ടണം. അതുകൊണ്ട് സാധാരണ റോഡ് പണിയൊക്കെ നടക്കുമ്പോൾ പറയില്ലേ, ഒരു പാലം പൊളിക്കണമെങ്കിൽ, റോഡ് പൊളിക്കണമെങ്കിൽ സമാന്തരമായിട്ട് മറ്റൊരു റോഡ് ഉണ്ടാക്കി തന്നിട്ടാണ് ഇപ്പോഴത്തെ റോഡ് റിപ്പയർ ചെയ്യുള്ളൂ. അതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്നൊരു ആസുരീയ സ്വഭാവത്തിൻ്റെ നിഗ്രഹം നടക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ദൈവിക ഗുണം തിരിച്ചു വരണം. അപ്പോൾ ആ ദൈവിക ഗുണം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴേ നമ്മളുടെ അസുര സ്വഭാവം സ്വാഭാവികമായിട്ട് പോയിക്കോളും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു നിഗ്രഹ പ്രക്രിയയാണ് അത് കാണിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ജീവിച്ചിരിക്കുക മരിക്കുക എന്നുള്ളതാണ്. ഒരു മർജീവ ജീവിതമാണ്. നമ്മൾ ജീവിച്ചിരിക്കെ തന്നെ നമുക്ക് അറിവ് കൊണ്ട് പ്രബുദ്ധരാകുമെന്ന് അതുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമി പറഞ്ഞിരുന്നത്. കാരണം ജ്ഞാനം കൊണ്ട് പ്രബുദ്ധരായി മാറുമ്പോൾ നമുക്കൊരു പുതുജീവിതം കിട്ടുകയാണ്, ഒരു ഡിവൈൻ ബർത്ത്. ജീവിച്ചിരിക്കെ തന്നെ മരിച്ച് പഴയ സ്വഭാവങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും മരിക്കുക, അതാണ് അസുര സംസ്കാരം. അതുകൊണ്ടാണ് കഥകളിൽ കാണിക്കില്ലേ, പൂതന മോക്ഷം എന്നാ പറയാം, പൂതന വധം എന്ന് പറയില്ല. കാരണം പൂതനയെ വധിക്കുന്നതോടുകൂടി മോക്ഷം കിട്ടുക. ആസുരീയ സ്വഭാവം പോകുമ്പോൾ നമുക്ക് ജീവിതത്തിൽ മോക്ഷം കിട്ടുക. മഹിഷാസുരനാകട്ടെ, രാവണനാകട്ടെ, കംസനാകട്ടെ, അവരെയെല്ലാം വധിച്ചു കഴിയുമ്പോൾ അവർക്കെല്ലാം മോക്ഷം കിട്ടിയതായിട്ടാണ് കാണിക്കണം. ആ അസുരന്മാർ ചത്തുപോവുകയും ചെയ്തു. ആ അസുരന്മാർ മരിക്കുന്ന സമയത്ത് അവരിൽ നിന്നെല്ലാം ഒരു ദിവ്യ രൂപം പുറത്തേക്ക് വരുന്നതാണ് കാണുന്നത്. മോക്ഷം കിട്ടിയിട്ട് ഒരു ദിവ്യ ജീവിതം. അതിൻ്റെ അർത്ഥം എന്താ? ആസുരീയ സ്വഭാവ സംസ്കാരങ്ങളുടെ നിഗ്രഹം നമ്മുടെ ഉള്ളിൽ നടന്നാലേ നമ്മളുടെ ദിവ്യ സംസ്കാരം പുറത്തേക്ക് വരുള്ളൂ. നമുക്കൊരു പുതുജന്മം കിട്ടുക, മോക്ഷം കിട്ടുക, പഴയതിൽ നിന്ന് പുതിയതിലേക്ക്, ആസുരീയതയിൽ നിന്ന് ദൈവികതയിലേക്ക്, ദിവ്യത്വത്തിലേക്കുള്ള ഒരു മടക്കയാത്രയാണ് യഥാർത്ഥത്തിൽ വധത്തിൻ്റെ രൂപത്തിൽ കാണിച്ചിരിക്കുന്നത്. ദേവീദേവന്മാരുടെ കൈകൾ, ആയുധങ്ങൾ, വാഹനങ്ങൾ, ഇവയ്ക്കു പിന്നിലെ ആത്മീയ രഹസ്യം മനസ്സിലാക്കിയ നമ്മൾ ഇനി ജീവിതത്തിൽ എന്തു പുതുമയാണ് കൊണ്ടുവരേണ്ടത്? പ്രയോഗശാലയിലൂടെ ഇന്നത്തെ സാരാംശം നമുക്ക് കേൾക്കാം. ദേവാസുര യുദ്ധത്തിൻ്റെ ചരിത്രം വായിച്ച നമ്മൾ നമ്മുടെ ഉള്ളിൽ ആ യുദ്ധം നടത്തണം. ജീവിതത്തിനൊരു പുതിയ ചരിത്രം ഉണ്ടാക്കാൻ എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ആസുരീയ സ്വഭാവ സംസ്കാരങ്ങളുടെ നിഗ്രഹം നടത്തണം. എന്നിലെ ദൈവിക സംസ്കൃതിയെ ഉണർത്തണം. കാരണം നമ്മുടെ ലോകം മാറുക, അല്ലെങ്കിൽ ഭാരതം മാറുക, അല്ലെങ്കിൽ സമൂഹം മാറുക, അർത്ഥം ഞാൻ മാറുകയാണ്. എൻ്റെ ഉള്ളിൽ ആ ദൈവിക സംസ്കാരം തിരിച്ചു കൊണ്ടുവന്നാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ സ്വർഗം സൃഷ്ടിക്കാം. എനിക്ക് മാനവനിൽ നിന്ന് ദൈവത്വത്തിലേക്കുള്ള മടക്കയാത്ര നടത്താൻ കഴിയും. അതുകൊണ്ട് ഇന്നത്തെ പ്രയോഗശാലയിൽ നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള ഒരു പരിശ്രമം ആരംഭിക്കാം. ഓരോ ദിവസവും ഓരോ അസുരന്മാരുടെ നിഗ്രഹം, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമ്മൾ വിചാരിച്ചിട്ട് എല്ലാ ആഴ്ചയിലും ഒരു കാര്യത്തിലെങ്കിലും ശ്രദ്ധ വെച്ചിട്ട് ഇന്ന് ഈ അസുരനെ നിഗ്രഹിക്കണം, ഈ അസുരീയ സ്വഭാവം, ഒന്നുകിൽ ക്രോധത്തെ ജയിക്കണം, അല്ലെങ്കിൽ കാമവികാരത്തെ ജയിക്കണം, അല്ലെങ്കിൽ അസൂയയെ എനിക്ക് ജയിക്കണം. ഒരാഴ്ച ടാർഗറ്റ് വെച്ചിട്ട് ആ അസുരീയ സ്വഭാവത്തിൻ്റെ മേൽ വിജയം നേടാനുള്ള ഒരു അഭ്യാസം ഇന്നു മുതൽ നമുക്ക് ചെയ്യാം. ഇനി ഈശ്വരൻ നൽകുന്ന അമൃതവചനങ്ങൾ. ശ്രീമതം.
ഊഹാപോഹങ്ങൾക്കും വിശ്വാസങ്ങൾക്കുമപ്പുറം ജ്വലിച്ചു നിൽക്കുന്ന ആത്മീയ സത്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് പ്രയത്നിക്കാം. ചിത്രങ്ങൾക്കു പിറകിലെ ചരിത്രവും കഥകൾക്കുള്ളിലെ കാര്യങ്ങളും മനസ്സിലാക്കാൻ ജ്ഞാനവും ധ്യാനവും നമുക്കൊരു ശീലമാക്കാം. ഇനി അടുത്ത ഭാഗത്തിൽ കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ ഫോൺ നമ്പർ 9446820448. ഞങ്ങളുടെ ഇമെയിൽ ID shivajyotimedia@gmail.com. ഈ പരിപാടി നിങ്ങൾക്ക് വീണ്ടും കാണുന്നതിനായി www.timevision.tv എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഞങ്ങളുടെ മലയാളം ഓൺലൈൻ റേഡിയോ ചാനൽ www.radiowisdom.in.